നമ്മുടെ മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും എനർജിയും മോട്ടിവേഷനും ഫോക്കസും എല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറിലുള്ള നോറെപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്നീ 3 ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ്. സാധാരണ ന്യൂറോണുകളിലെ വെസിക്കിളുകൾക്കുള്ളിലാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സൂക്ഷിക്കപ്പെടുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ആവശ്യാനുസരണം അവയെ റിലീസ് ചെയ്യപ്പെടുന്നു. തൊട്ടടുത്ത ന്യൂറോണിന് സന്ദേശം കൈമാറുന്നു. ആക്ഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ റിലീസ് ചെയ്ത അതേ ന്യൂറോണുകൾ തന്നെ അവയെ തിരിച്ചെടുക്കുന്നു. മാത്രമല്ല പഴയ പോലെ വെസിക്കിളുകൾക്കുള്ളിൽ സൂക്ഷിക്കപ്പെടുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ബാലൻസ് നാച്ചുറലായി തന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ സംഭവങ്ങൾക്കനുസരിച്ച് നമുക്ക് സന്തോഷവും മോട്ടിവേഷനും ഫോക്കസും ഒക്കെ തരുന്നുണ്ട്. നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് നേടുന്ന സമയത്തൊക്കെ ഈ കെമിക്കൽസിൻ്റെ അളവ് ധാരാളമായിട്ട് കൂടുന്നുണ്ട്. ഈ ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിലേക്കാണ് MDMA വരുന്നതും അതെല്ലാം താറുമാറാക്കുന്നതും. റിലീസ് ചെയ്ത ശേഷം ആക്ഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നോർഎപ്പിനെഫ്രിൻ, സെറോട്ടോണിൻ, ഡോപ്പമിൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ റിലീസ് ചെയ്ത അതേ ന്യൂറോണുകൾ തന്നെ തിരിച്ചെടുക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ തിരിച്ചെടുക്കുന്ന അതേ വഴിയിലൂടെ തന്നെയാണ് MDMA ന്യൂറോണുകൾക്കുള്ളിലേക്ക് കയറിപ്പോകുന്നത്. ന്യൂറോണുകളിൽ എത്തിക്കഴിഞ്ഞാൽ MDMA നേരത്തെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ വെസിക്കിളുകൾക്കുള്ളിൽ സൂക്ഷിക്കപ്പെടുന്ന ആ പ്രക്രിയ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും. ഇതുകൊണ്ട് തന്നെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ വെസിക്കിളുകൾക്കുള്ളിൽ കയറാൻ കഴിയാതെ ന്യൂറോണിൻ്റെ അറ്റത്ത് അടിഞ്ഞുകൂടാൻ തുടങ്ങും. അങ്ങനെ കൂടിയ അളവിൽ ഇവയെ പുറന്തള്ളപ്പെടുകയും ചെയ്യും. സോ ഈയൊരു സെക്കൻഡിൽ, ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ ബ്രെയിനിനകത്ത് സെറോട്ടോണിൻ, നോർഎപ്പിനെഫ്രിൻ, ഡോപ്പമിൻ എന്നിവയുടെ അളവ് ധാരാളമായിട്ട് കൂടും. സെറോട്ടോണിൻ കൃത്രിമമായ സന്തോഷവും ഒരു ഇമോഷണൽ വാംത്തും കാണുന്ന എല്ലാവരോടും ഒരു പ്രത്യേക അഫെക്ഷനും അടുപ്പവുമൊക്കെ തോന്നിപ്പിക്കും. ഡോപ്പമിൻ നമുക്ക് ഓവർ കോൺഫിഡൻസും അതിശക്തമായിട്ടുള്ള ധൈര്യവും അതുപോലെ ഒരു എക്സൈറ്റ്മെൻറ്റും ഇത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു പ്രേരണയും തരും. നോർഎപ്പിനെഫ്രിൻ നമുക്ക് അതിഭയങ്കരമായിട്ടുള്ള ഊർജവും അതുപോലെ ഹൃദയമിടിപ്പ് കൂട്ടുകയൊക്കെ ചെയ്യും. കുറച്ച് നേരത്തേക്ക് ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് ഇവർ വഴുതി വീഴുകയാണ് ചെയ്യുക. അല്പനേരം കഴിഞ്ഞ് MDMAയുടെ എഫക്റ്റ് കഴിയുമ്പോൾ ഇവർ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരും. പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നാച്ചുറലായിട്ട് റിലീസ് ചെയ്തതല്ല, MDMAയുടെ ഇൻഫ്ലുവൻസിൽ ഫോഴ്സ്ഫുള്ളി പുറത്തേക്ക് വന്നതാണ്, അതും കൂടിയ അളവിൽ. MDMA റിപ്പീറ്റഡായിട്ട് ഉപയോഗിക്കുകയാണ് എങ്കിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയാതെ അവയുടെ അളവിൽ ഗണ്യമായ കുറവുകൾ വരുന്നു. ഇത് ഇവരെ ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും എത്തിക്കുന്നു.